أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. قبل الله صدق الله العظيم. അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ച മഹാന്മാരിലേക്ക് ഈ ഫാത്തിഹയുടെ മിസ്ല സവാബിനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരായി അള്ളാഹു സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2-3 ക്ലാസ്സുകളിലായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് വരുന്ന ചില പ്രത്യേക നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്. ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്ഉം തമ്മിലുള്ള വ്യത്യാസവും അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മല്ല. അൽഹംദുലില്ലാഹ്. അൽ അലിഫാത്തു സബ്അ അല്ലേ? ഖുർആനിലെ ചില പ്രത്യേക നിയമമുള്ള 7 അലിഫുകളെ പറ്റി ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി വരുന്ന ചില ആളുകളുടെ ആവശ്യമനുസരിച്ച് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതും വിശുദ്ധ ഖുർആൻ അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് തെളിയിക്കുന്ന ധാരാളം കാര്യങ്ങളിൽ ഒന്നുമായ ചില സൂറത്തുകളുടെ ആരംഭം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭം കുറിച്ച അക്ഷരങ്ങൾ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും. യാസീൻ, ത്വാസീൻ, ത്വാഹ, ഇതുപോലത്തെ ആ അക്ഷരങ്ങളെ പറ്റിയും അവ വായിക്കുന്ന സമയത്ത്, ഓതുന്ന സമയത്ത് വരുന്ന പ്രത്യേക മദ്ദിന്റെയും മണിക്കലിന്റെയും മറ്റും പ്രത്യേക നിയമങ്ങളും ഒക്കെയാണ് ഇൻഷാ അല്ലാഹ് ഈ 2 ക്ലാസ്, ഇന്നത്തെ ക്ലാസ്സും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലുമായി നമ്മൾ പഠിക്കാനും പരിശീലിക്കാനും പോകുന്നത്. ഇങ്ങനെ ഓരോ നിയമങ്ങളും പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ഓർമ്മിക്കണം. ഇത് കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് ഈ പ്രത്യേകമായ നിയമങ്ങൾ ഖിറാഅത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. തീവ്രമായ പരിശീലനം, അതിന്റെ ഉസ്താദുമാരിൽ നിന്ന് കേട്ടുവരുന്ന ആ ഉച്ചാരണം, അതിലേക്ക് വളരെ സിമ്പിളായി നമുക്ക് എത്താൻ കഴിയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനത്തെ അതേ ഉച്ചാരണം നമ്മളുടേത് എപ്പോൾ ആകുന്നുവോ അത്രയും നമ്മൾ പരിശീലിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഖാഖാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് നിഹായയിൽ ഉദ്ധരിച്ചത് കാണാം. ഫഅവ്വലു ഇൽമി الذിക്രി ഇത്ഖാനു ഹിഫ്ളിഹി വമഅരിഫത്തുൻ ബില്ലഹ്നി മിൻ ഫീക ഇദ് യജ്രി ഫകുൻ ആരിഫൻ ബില്ലഹ്നി കൈമാ തുസീലഹു വമാ ലില്ലദീ ലാ യഅരിഫു اللحن മിൻ ഉദ്രി. فأول علم الذكر إتقان حفظه. വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനങ്ങളിൽ
ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇത്ഖാനു ഹിഫ്ളിഹി, അതിനെ എങ്ങനെ മനഃപ്പാഠമാക്കണം, എങ്ങനെ പാരായണം ചെയ്യൽ, ഇത്ഖാൻ ചെയ്യണം, ഇതെല്ലാമാണ്. വമഅരിഫതും ബില്ലഹ്നി മിൻ ഫീക ഇദ് യജ്രി, നിന്റെ വായിൽ നിന്ന് ഖുർആൻ ഓതുന്ന സമയത്തിൽ വരാൻ സാധ്യതയുള്ള പിഴവുകൾ ഏതൊക്കെയാണ് എന്ന് അറിയലുമാണ് ആദ്യമായി ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിൽ നിന്ന് നീ പഠിക്കേണ്ടത്. ലഹ്നി എന്ന് പറഞ്ഞ പിഴവുകൾ. ഫകുൻ ആരിഫൻ ബില്ലഹ്നി കൈമാ തുസീലഹു, ഖുർആൻ ഓതുമ്പോൾ വരുന്ന പിഴവുകൾ നീ ആരിഫാവണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിഞ്ഞവനാവണം, വിശദമായി അറിയുന്ന ആൾ ആവണം. കൈമാ തുസീലഹു, എന്നാലേ നിന്റെ ഖിറാഅത്തിൽ ആ പിഴവുകൾ വരുന്നതിനെ നിനക്ക് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ, സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വമാ ലില്ലദീ ലാ യഅരിഫുൽ ലഹ്ന മിൻ ഉസ്രി, ഖുർആൻ ഓതുമ്പോൾ വരുന്ന തന്റെ പാരായണത്തിൽ വരുന്ന പിഴവുകൾ അറിയാത്തവന്, മനസ്സിലാക്കാത്തവന് ഒരു എക്സ്ക്യൂസും അള്ളാഹുവിന്റെ അടുക്കലില്ല. കാരണം അവൻ പഠിക്കാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് അനർബികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും അറിയാം, ഞാൻ സ്വന്തമായി ഖുർആൻ എടുത്ത് വായിക്കാൻ നിന്നാൽ പിഴവുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് പിഴവിൽ നിന്ന് ഒഴിവാവാനുള്ള മാർഗം ഓരോ പിഴവുകളും കണ്ടെത്താൻ കഴിയുന്ന ഒരു ഗുരുനാഥനെ സമീപിക്കലാണ്. ഇത് ആർക്കും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പലപ്പോഴും മടികൊണ്ടും കെയർലെസ് കൊണ്ടും ഇങ്ങനെയൊക്കെ മതി എന്നുള്ള അവനാന്റെ പഴയ ഓത്തിൽ മാത്രം തൃപ്തിയടഞ്ഞ് കൂടുകയാണ്. അതുകൊണ്ട് നമുക്ക് ധാരാളം ഖൈറുകൾ തടയപ്പെടുന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് മക്കി നസ്ർ റഹിമഹുല്ലാഹ് ഒരു 4 വരി കൂടെ പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കാരണം ഇത് വളരെയധികം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ഈ പറയുന്ന ഒറ്റ മുഫ്രദായ ഹുക്മുകൾ, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകളെ അള്ളാഹു ആരംഭിച്ചിട്ടുള്ള ഈ അക്ഷരങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓതിക്കൊടുത്ത വായന, അത് ഒരു മാറ്റവുമില്ലാതെ അതേപോലെ നമ്മൾ ഭംഗിയായി വായിക്കുക. അതിന് പരിശീലനം ആവശ്യമാണ്. ഉസ്താദുമാരുടെ അടുത്ത് പോവൽ അത്യാവശ്യമാണ്. ധാരാളം ആവർത്തിക്കൽ നിർബന്ധമാണ്. അല്ലാതെ ഒരാൾക്ക് സ്വന്തമായി കഴിയില്ല. അപ്പോ ഇതുപോലെ ഖുർആനിൽ വരുന്ന ധാരാളം ഖുർആൻ പാരായണത്തിൽ സാധാരണഗതിയിൽ വരുന്ന കുറെ പിഴവുകൾ, കുറെ ആളുകൾ പതിവാക്കിയിട്ടുള്ള വേണ്ടാത്ത ശീലങ്ങളുമെല്ലാം ഇങ്ങനെ പറഞ്ഞ് പേജുകളോളം പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ നിഹായത്തുൽ ഖൗലിൽ മുഫീദ് ഫീ ഇൽമി തജ്വീദിൽ ഖുർആനിൽ മജീദ്, ഈ ഗ്രന്ഥത്തിൽ 27ാമത്തെ പേജിൽ പറയുന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഹറക്കത്തുകൾ പൂർത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഹറക്കത്ത് ഫത്ഹോ കസ്റോ ലമ്മോ അതൊക്കെ പൂർത്തിയാവാതിരിക്കുക, മാറിപ്പോകുന്നതല്ല, മാറിപ്പോകുന്നതിനേക്കാൾ വലിയ മോശമാണ്. ഉദാഹരണത്തിന് ലമ്മ് പറയുമ്പോൾ ചുണ്ട് കൂട്ടിപ്പിടിക്കാത്തതിന്റെ പേരിൽ ലമ്മ് പൂർത്തിയായി കേൾക്കാതിരിക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മ എന്നാ പറയുന്നത്, മു എന്ന് ചുണ്ട് കൂർപ്പിച്ചു പിടിക്കുന്നില്ല. ഇയ്യാക നഅ്ബുദു നഅ്ബുദു, ഇതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു. അവസാനം ആ അധ്യായം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഫതഫത്തൻ റഹിമകല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നീ മനസ്സിലാക്കണം, അങ്ങേയറ്റം നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക. വജ്തഹിദ് ഫീ ളബ്തി ഹാദിഹിൽ ഖവാഇദിൽ മുഖററ, തജ്വീദിന്റെ ഉലമാക്കൾ, ഖിറാഅത്തിന്റെ ഇമാമീങ്ങൾ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള നിയമങ്ങളെ
പൂർണ്ണമായും പഠിക്കുകയും നീ ഉച്ചാരണത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നീ അധ്വാനിക്കണം, പരിശീലിക്കണം, പരിശ്രമിക്കണം. വഅഹ്കാമിഹൽ മദ്ബൂതത്തൽ മുഹററ, ഈ പണ്ഡിതന്മാരുടെ അടുക്കൽ അറിയപ്പെട്ട വളരെ കറക്റ്റായിട്ടുള്ള മദ്ബൂത്ത്, അറബി കൺട്രികളിൽ ജീവിക്കുന്ന പ്രവാസികൾക്കൊക്കെ അറിയാം മസ്ബൂത്ത് എന്ന് പറയില്ലേ. ആ വളരെ കറക്റ്റായിട്ടുള്ള ഈ വിധികളെ പിന്നെ ലബ്ത് ചെയ്യുന്നതിൽ നീ പരിശ്രമിക്കണം. ലിതഫൂസ ബിസ്സആദത്തിൽ അബദിയ്യതി ഫിദ്ദുനിയ വൽ ആഖിറ. ഇതെല്ലാവരും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. എന്നാൽ പിന്നെ നമ്മൾക്ക് അത് ഖുർആൻ പഠിക്കാനുള്ള എത്ര സമയമെടുത്താലും എത്ര അധ്വാനിച്ചാലും എത്ര കാലമെടുത്താലും ഇത് പഠിക്കാനുള്ളൊരു ഊർജം നമുക്കുണ്ടാവും ഈ വാക്കുകൾ ചിന്തിച്ചാൽ. ദുനിയാവിലും ആഖിറത്തിലും ശാശ്വതമായ വിജയം, ശാശ്വതമായ സന്തോഷവും റാഹത്തും കൊണ്ട് നീ അനുഗ്രഹീതനാവാൻ വേണ്ടി ഈ നിയമങ്ങൾ പഠിച്ചു പരിശീലിക്കുന്നതിൽ നീ അങ്ങേയറ്റം പരിശ്രമിക്കുക. فإن تعلمك تجويد كتاب الله في الدنيا, ദുനിയാവിൽ അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ കിതാബിന്റെ അക്ഷരങ്ങളെ നന്നാക്കുന്നതിൽ, സ്ഫുടം ചെയ്തെടുക്കുന്നതിൽ, പരിശീലിക്കുന്നതിൽ നീ സമയം കണ്ടെത്തുക എന്നുള്ളത്, അത് പഠിക്കാൻ പോവുക എന്നുള്ളത് ഐസറു മിൻ ഉഖൂബതിക അലാ തർക്കിഹി യൗമൽ ഖിയാമഹ, ഖിയാമത്ത് നാളിൽ ഈ പഠനം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഖുർആൻ ഓതുമ്പോഴൊക്കെയും രാവും പകലും, റമളാനിലും അല്ലാത്തപ്പോഴും നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും പഠിക്കാത്തതിന്റെ പേരിൽ ഖുർആൻ ഓതുമ്പോൾ ധാരാളം പിഴവ് വരും, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പിഴവ് വന്നതിന്റെ പേരിൽ നിർബന്ധമായും അള്ളാഹു ഫർളാക്കിയിട്ടുള്ള ഈ വിജ്ഞാനം തേടാത്തതിന്റെ പേരിൽ നിനക്ക് ലഭിക്കുന്ന ആഖിറത്തിലെ ശിക്ഷയേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും ഈസി, ദുനിയാവിൽ കുറച്ച് സമയവും കാലവും ചെലവഴിച്ച് ഇത് പഠിക്കലല്ലയോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എത്ര സ്നേഹത്തോടെയുള്ള ഗൗരവമുള്ള ചോദ്യമാണ് നിങ്ങൾ ചിന്തിക്കുക. കാരണം അദ്ദേഹം ഇങ്ങനൊരു ശൈലി പ്രയോഗിക്കാൻ കാരണം ധാരാളം പിഴവുകളെപ്പറ്റി ഉണർത്തിയിട്ടാണ് ഈ അധ്യായം ഈ രൂപത്തിൽ അവസാനിപ്പിക്കുന്നത്. കാരണം ഈ പിഴവുകളൊക്കെ കേൾക്കുന്ന ആൾക്കറിയാം ഇത് ഈ രൂപത്തിലുള്ള എല്ലാ ന്യൂനതകളും അള്ളാഹുവിന്റെ കലാം ഞാൻ ഓതുന്ന സമയത്ത് ഒഴിവായി കിട്ടണമെങ്കിൽ നല്ല പരിശീലനം ആവശ്യമാണ്, നല്ല പരിശ്രമം ആവശ്യമാണ്, ഏറ്റവും നല്ല ഗുരുനാഥന്മാരെ തേടിപ്പോവൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഖിറത്തിലെ ശിക്ഷ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആ ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഖുർആൻ പഠിക്കലല്ലേ. ഫഇന്ന അംറൽ ഹിസാബി അസീർ, കാരണം വിചാരണ എന്ന് പറയുന്നത് നിന്റെ അമലുകളിൽ സ്വഹീഹായത്, സ്വീകാര്യയോഗ്യമായത് ഏത്, ബാത്തിലായത് ഏത്, നിന്റെ ഖുർആൻ പാരായണമാണെങ്കിലും അല്ലെങ്കിലും ആ വിചാരണയുടെ സമയം, വിചാരണയുടെ ആ നിൽപ്പ്, ആ കാര്യം വളരെ പ്രയാസമുള്ളതാണ് കേട്ടോ. വന്നാഖിദു ബസീർ, നിന്റെ അമലുകൾ നിരൂപണം ചെയ്യുന്ന അള്ളാഹു, നാഖിദ് എന്ന് പറഞ്ഞാൽ നിരൂപണം ചെയ്യും, നല്ലതും ചീത്തയും വേർതിരിക്കുന്ന ആൾ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വാക്കുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബസീറാണ്, ഓരോ അമൽ ചെയ്യുന്ന ആളുടെ ഉള്ളും പുറവും, ആ അമലിന്റെ എല്ലാ ക്വാളിറ്റിയും, അത് എത്രമാത്രം ഷർത്തും ഫർളുകളും ഒത്തിട്ടുണ്ട്. ഖിറാഅത്താണെങ്കിൽ എത്രമാത്രം അള്ളാഹുവിന്റെ കലാമാണല്ലോ, അവൻ ഇറക്കിയതാണ് ഖുർആൻ. അപ്പൊ ആ ഇറക്കിയ ഖുർആനും ഞാനും നിങ്ങളും ഓരോരുത്തരും ഓത്തും എത്രമാത്രം ഒത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയുന്ന, വിലയിരുത്താൻ കഴിയുന്ന അള്ളാഹു ബസീറാണ് കേട്ടോ, എല്ലാ ഉള്ളും പുറവും സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഫഹാഫിള് അലാ തിലാവത്തിൽ ഖുർആൻ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നീ സൂക്ഷ്മത പുലർത്തണം. എപ്പോഴും പാരായണം ചെയ്യുമ്പോഴൊക്കെയും നീ തെറ്റില്ലാതെ സൂക്ഷ്മമായി പഠിച്ച് ഓതണം.
على الوجه المتلقى من حضرة خير الأنام സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ നിന്ന് ഉസ്താദുമാരിലൂടെ കേട്ടു സ്വീകരിച്ച ആ രൂപത്തിൽ തന്നെ ഓതാൻ നീ സൂക്ഷിക്കണം. അസല്ലാഹു ഇദാ ഖബില മിൻകൽ യസീർ അൻ യതജാവസ അനിൽ കസീർ. ധാരാളം പിഴവുകൾ ചെയ്തിട്ടുള്ള, ദോഷങ്ങൾ ചെയ്തിട്ടുള്ള നിനക്ക് ഈ ചെറിയ ഖുർആൻ ഒന്ന് അധ്വാനിച്ച് പഠിച്ച് പരിശീലിച്ച ആ സൂക്ഷ്മതയുള്ള പാരായണം കൊണ്ട് നിന്റെ ധാരാളം ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കിത്തരും കേട്ടോ. അസല്ലാഹു ഇദാ ഖബില മിൻകൽ യസീർ. നിന്റെ ഈ ചെറിയ അധ്വാനം, ഖുർആൻ തെറ്റില്ലാതെ പഠിക്കാൻ നീ ചെലവഴിച്ച ഈ അധ്വാനം കൊണ്ട് നിന്റെ ധാരാളം ദോഷങ്ങൾ അല്ലാഹു പുറത്തു തന്നേക്കാം. നിന്റെ അമലുകളിൽ വന്നിട്ടുള്ള ന്യൂനതകൾ അല്ലാഹു പുറത്തു തന്നേക്കാം. അതുകൊണ്ട് നീ നന്നായിട്ട് പരിശ്രമിച്ചോ എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഗൗരവം എത്രമാത്രമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങളുടെ കാര്യമെടുത്താലും അല്ലെങ്കിലും നിങ്ങൾ അങ്ങേയറ്റം ഗൗരവത്തിലെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ തജ്വീദ് പഠനത്തിന്റെ ഗൗരവം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് ഈ അക്ഷരങ്ങൾക്ക് പറയാ. ഫവാത്തിഹുസ് സുവർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായി മൊത്തത്തിൽ ഖുർആനിൽ വന്ന ആവർത്തനം ഒഴിവാക്കിയാൽ 14 പദങ്ങളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഞാനത് ആദ്യമായി ഒന്ന് ബറക്കത്തിന് വേണ്ടി ഒന്ന് ഓതാം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അതിന്റെ വിവരണത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ചില പദങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അലിഫ് ലാം മീം എന്നതും അലിഫ് ലാം റാ ഇതൊക്കെ വ്യത്യസ്തമായ സൂറത്തുകളിൽ വന്നിട്ടുണ്ട് അല്ലേ. ഹമീം എന്നതുമൊക്കെ. അത് ഞാനൊന്ന് ഓതാം ഈ പദങ്ങളെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അലിഫ് ലാം മീം സ്വാദ്. അലിഫ് ലാം റാ. അലിഫ് ലാം മീം റാ. كاف ها يا عين صاد. طه طاسيم ميم. طاسين ياسين صاد حميم. അവിടെ മീമിന് ഷദ്ദില്ല. حميم حميم عين سين قاف قاف
സദഖല്ലാഹുൽ അസീം. അപ്പോൾ ഈ അക്ഷരങ്ങളുടെ ആ സുന്ദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തന്ന രൂപമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി വിശുദ്ധമായ ഖുർആൻ നമുക്കറിയാം ഈ സമുദായത്തിന്റെ ഭരണഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമുദായത്തിന്റെ എല്ലാറ്റിന്റെയും അവലംബമായി ഇറക്കിയതാണ് വിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആനിലെ ആയത്തുകളിൽ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ട് മാത്രം പ്രത്യേകമായ, അവന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് അല്ലാഹു അറിയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പദങ്ങളെ കൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് അത് അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കലും ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, അതിൽ പല രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അത് അറിയാം. പക്ഷെ മറ്റുള്ള ഖുർആനിന്റെ ഏത് ഭാഗങ്ങൾ ഓതുന്നത് പോലെ തന്നെ ഈ ഭാഗങ്ങളെയും ഈ അക്ഷരങ്ങളെയും ഈ കലിമത്തുകളെയും ഓതൽ നമുക്ക് ഇബാദത്താണ്. ഒരക്ഷരത്തിന് 10 ഹസനത്ത് എന്ന നിലയിൽ നമുക്ക് ഈ അക്ഷരങ്ങൾ ഓതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, അമാ ഇന്നി ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ് വലാകിൻ അലിഫ് ഹർഫുൻ. അലിഫ് എന്നത് ഒരു ഹർഫാണ്, ലാം ഹർഫ്, അതിലെ ലാം എന്നത് ഒരു ഹർഫ്, മീം ഹർഫ്, മീം എന്നത് മറ്റൊരു ഹർഫാണ്. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരക്ഷരത്തിന് 10 ഹസനത്ത് എന്ന നിലയിൽ നമുക്ക് നൽകുന്നതാണ്. ഇങ്ങനെ ചില സൂറത്തുകളുടെ തുടക്കങ്ങളിൽ വന്ന ഈ അക്ഷരങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിൽ വരുന്ന മദ്ദുകളുടെ വിധികളാണ്. അതേപോലെ തന്നെ ആ അക്ഷരങ്ങൾ തമ്മിൽ ചേർത്തി വായിക്കുമ്പോൾ വരുന്ന ഗുന്നത്തിന്റെയും ഇദ്ഗാമിന്റെയും ഇഖ്ഫാഇന്റെയും ഒക്കെ വിധികൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നാലേ അത് ആ വിശുദ്ധ ഖുർആനിലെ ആ ഭാഗം ശരിയാം വണ്ണം നമുക്ക് ഓതാൻ സാധിക്കുകയുള്ളൂ. ഈ അക്ഷരങ്ങളെ മൊത്തത്തിൽ ഉലമാക്കൾ പരിശോധിച്ചപ്പോൾ അവർ നമുക്ക് 14 അക്ഷരങ്ങളായിട്ടാണ് ഇവയെ കണ്ടെത്തിയിട്ടുള്ളത്, നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. 14 അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞാൽ അബ്ജദിയായ അക്ഷരങ്ങളുടെ പകുതി. അബ്ജദിയായ അക്ഷരങ്ങൾ 28, അതിന്റെ നേർപകുതി അക്ഷരങ്ങളാണ് ഈ സൂറത്തുകളുടെ തുടക്കങ്ങളിലുള്ള നേരത്തെ നമ്മൾ ഓതിയ ആ ഭാഗങ്ങളിൽ മൊത്തം വന്നിട്ടുള്ള അക്ഷരങ്ങൾ. ആവർത്തനമൊഴിച്ചാൽ എത്ര അക്ഷരങ്ങളാണ് ഇങ്ങനെ സൂറത്തുകളുടെ തുടക്കങ്ങൾ, എല്ലാ അക്ഷരവും അങ്ങനെ വന്നിട്ടില്ല. അറബി അക്ഷരമാലയുടെ എല്ലാ അക്ഷരവും ഈ സൂറത്തുകളുടെ തുടക്കത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ സ വന്നിട്ടില്ല, അല്ലെ, ജീം വന്നിട്ടില്ല, സ വന്നിട്ടില്ല, അല്ലെ. അപ്പൊ അങ്ങനെ 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അബ്ജദിയായ അക്ഷരങ്ങളുടെ പകുതി എന്ന് പറഞ്ഞാൽ എഴുതപ്പെടുന്ന എഴുത്തിലുള്ള അക്ഷരങ്ങളുടെ പകുതി. അതേസമയത്ത് ഹിജായിയായ അക്ഷരങ്ങൾ 29 അല്ലെ. വഇദ്ദത്തുൽ ഹുറൂഫി ലിൽ ഹിജാഇ 29 ബിലംതിറാഇ. എന്താണ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഴുത്തിലുള്ള അക്ഷരങ്ങൾ 28ഉം മൊഴിയപ്പെടുന്ന അക്ഷരങ്ങൾ 29 എന്ന് പറഞ്ഞാൽ 29 അക്ഷരങ്ങളാണ് അറബിയിൽ ഉള്ളത്. ഉച്ചാരണത്തിൽ കൊണ്ടുവരുന്നത് 29 അക്ഷരങ്ങളാണ്. എന്നാൽ ലിപി, എഴുത്തിന്റെ രൂപം ഉള്ളത് അതിൽ 28 അക്ഷരങ്ങളാണ്, അല്ലെ.
അപ്പൊ ഒരക്ഷരത്തിന്റെ വ്യത്യാസമുണ്ട്. അതെന്താണ് കാരണം ഞാൻ പറയാം. അറബികൾ ഹംസ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടല്ലോ, അ ഇ ഉ എന്ന് പറയുന്ന ഈ ഹംസക്ക് ലിപി അറബികൾ വെച്ചിട്ടില്ലായിരുന്നു ആദ്യം. പിന്നെ എങ്ങനെയാണ് പിന്നെ ഹംസ എങ്ങനെ തിരിച്ചറിയുക? ഹംസ എങ്ങനെയായിരുന്നു അവർ എഴുത്തിൽ കൊണ്ടുവരാറുള്ളത്? ചില സമയത്ത് അവർ അലിഫിന്റെ രൂപം, അലിഫിന്റെ സൂറത്തിനെ അവർ കടമെടുത്തുകൊണ്ട് ഹംസയെ അലിഫിന്റെ രൂപത്തിൽ എഴുതും. ഏതുപോലെ ഹംസ അലിഫിന്റെ രൂപത്തിൽ എഴുതിയ ഒരു ഉദാഹരണം ആരാ പറയാ? ഇൻ അല്ലേ? മാഷാ അല്ലാഹ്. അഹദ്, ഇൻ, അറഅയ്ത എന്നുള്ളിടത്ത് ഒന്നാമത്തെ ഹംസ, തുടക്കത്തിലുള്ള ഹംസ. പിന്നെ ചില സമയങ്ങളിൽ വാവിന്റെ രൂപത്തെ അവർ കടമെടുക്കുക ഹംസ എഴുതാൻ വേണ്ടി. ഏതുപോലെ സുആൽ പോലെ. സുആൽ എന്ന് എഴുതുമ്പോ സീൻ പിന്നെ വാവാണിട. സുആൽ. ചില സമയങ്ങളിൽ യാഇന്റെ രൂപത്തെ അവർ കടമെടുക്കും, ഇസ്തിആറത്ത് ചെയ്യും. അതാണ് സുഇല പോലെ അല്ലെ. സുഇലത് ബിഅയ്യി ദം വഇദൽ മൗഊദതു സുഇലത് എന്ന് എഴുതുമ്പോ സീൻ കഴിഞ്ഞാൽ പിന്നെ യാ ആണ് എഴുതുക, പുള്ളി ഇടൂല. സുഇലത്. അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഹംസയുടെ അടയാളമായി നമ്മൾ കാണുന്ന ആ ഒരു അടയാളം ഉണ്ടല്ലോ, അത് ബഹുമാനപ്പെട്ട ഇമാം ഖലീൽ എന്നറിയപ്പെടുന്ന അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി റഹിമഹുല്ലാഹു തആല, അറബി ഭാഷയുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഹംസക്ക് എഴുത്തിൽ ഒരു രൂപം വികസിപ്പിച്ചെടുത്തത്. അതെവിടെ നിന്നാണ് എടുത്തത്? ഐനിന്റെ രൂപം നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ച് നോക്കൂ. ഐനിന്റെ രൂപം, ആ തലഭാഗം ചെറുതായിട്ടും രണ്ടാമത്തെ ഭാഗം വലുതായിട്ടാണല്ലോ നമ്മൾ എഴുതല്ലേ. അതാണ് ഐനിന്റെ രൂപം. ആ ഐനിന്റെ രൂപം എടുത്താൽ അതിന്റെ തല അങ്ങോട്ട് വെട്ടി എടുത്താല് അതാണ് ഹംസയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളമായി ബഹുമാനപ്പെട്ട ഇമാം ഖലീൽ റഹ്മത്തുള്ളാഹി അലൈഹി വികസിപ്പിച്ചെടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഹംസയുടെ വളരെ അടുത്ത മഖ്റജുള്ള ആളാണ് ആര്? ഐൻ. ശരിയല്ലേ? ഹംസ എവിടുന്നാ വരുന്നത്? ഹംസയെ നമ്മൾ ഉച്ചരിക്കുന്നത് തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നാണ് അല്ലെ. നോക്കൂ, തൊണ്ടയുടെ താഴെ അറ്റം, തൊട്ട് മുകളിൽ തൊണ്ടയുടെ മധ്യം. അപ്പോ വളരെ അടുത്ത മഖ്റജുള്ള ഐനിന്റെ തല ഭാഗം വെട്ടിയിട്ടാണ് ഹംസയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം ബഹുമാനപ്പെട്ട ഇമാം ഖലീൽ റഹ്മത്തുള്ളാഹി അലൈഹി വികസിപ്പിച്ചെടുത്തത്. അത് മുമ്പ് അറബികളുടെ എഴുത്തിലോ ഇപ്പോ നമ്മുടെ മുസ്ഹഫിന്റെ പഴയകാല കോപ്പികളൊന്നും നോക്കിയാൽ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തുകളാണെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ എഴുതിയ മുസ്ഹഫും അതിന് മുമ്പത്തെ എഴുത്തിലൊന്നും ഈ ഹംസയുടെ അടയാളം ആയി ഒന്ന് കാണില്ല. ഒന്നുകിൽ അലിഫോ വാവോ യാഓ അല്ലെങ്കിൽ ഒന്നും എഴുതാത്ത രൂപമൊക്കെയാണ് ഹംസക്ക് ഉണ്ടാവുക. അപ്പൊ ഇന്നത്തെ കാലഘട്ടം വരെ അതിനുശേഷം ഹംസയുടെ അടയാളമായി ആ ഐനിന്റെ തലഭാഗം മാറ്റിയ ആ രൂപമാണ് പിന്നെ എഴുതി പോരുന്നത്. അപ്പൊ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അബ്ജദീയായ അക്ഷരങ്ങളുടെ നേർപകുതി 14 അക്ഷരങ്ങളാണ് ഈ രൂപത്തിൽ വന്നിട്ടുള്ളത്. അപ്പോ അതാണ് എഴുത്തിലുള്ള അക്ഷരങ്ങൾ, അതാണ് അബ്ജദീയായ അക്ഷരങ്ങൾ. അതാണ് 28 എന്ന് പറയുന്നത്. അതിന്റെ നേർപകുതി 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ അല്ലെ? ഇനി എത്ര സൂറത്തുകളിലാണ് ഇങ്ങനെ ഉള്ള ഹർഫുകളെ കൊണ്ട് അൽ ഹുറൂഫുൽ മുഖത്തഅ അല്ലെങ്കിൽ ഫവാത്തിഹുസ് സുവർ എന്നൊക്കെ ഇതിന് പറയും. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഈ അക്ഷരങ്ങൾക്ക് ഉലമാക്കൾ ഫവാത്തിഹുസ് സുവർ, സൂറത്തുകളുടെ ആരംഭങ്ങൾ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അൽ ഹുറൂഫുൽ മുഖത്തഅ. നിങ്ങൾ ഗൂഗിൾ ഇമേജിലൊക്കെ ഇപ്പത്തെ
പുതിയ ടെക്നോളജിക്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ അറബിയിലെ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ള ഇമേജുകൾ കാണും. ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ അതേപോലെ ഓതി അത് പ്രിന്റൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ച് അതിൽ ഓരോ വാക്കുകളും നിങ്ങൾ വളരെ കറക്റ്റായിട്ട് അതിന്റെ മദ്ദും മണിക്കലും വെളിവാക്കലും ഇഖ്ഫാഉം എല്ലാം ഒപ്പിച്ച് നിങ്ങൾ പരിശീലിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ഖാരി ആയി തീരണം. ഖാരിയും ഖാരിഅത്തൊക്കെ ആവണം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ മൊത്തം അക്ഷരങ്ങളെ പണ്ഡിതന്മാർ നമുക്ക് മൊത്തം 14 അക്ഷരങ്ങളെ ആണെന്ന് പറഞ്ഞല്ലോ. ഈ 14 അക്ഷരങ്ങളെ ഒരു വാക്കിലൂടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് ജമഅ് ചെയ്ത് തന്നിട്ടുണ്ട്. അതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് അബ്ജദിയായ അക്ഷരങ്ങളിൽ നിന്ന് ഈ ഹുറൂഫുൽ മുഖത്തഅയിലായിട്ട് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പൊ 29 സൂറത്തുകളുടെ തുടക്കങ്ങളിലാണ് ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അക്ഷരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാണ് ആ വാക്ക്, ആ ജുംല? നസ്സുൻ ഹകീമുൻ ഖത്അൻ ലഹു സിർറുൻ. നസ്സുൻ ഹകീമുൻ ഖത്അൻ ലഹു സിർറുൻ. അതിനൊരു അർത്ഥമുണ്ട്. ഇതിലെന്തുണ്ട്? സിറുണ്ട് ഈ അക്ഷരങ്ങൾക്ക്. നസ്സുൻ ഹകീമുൻ ഖത്അൻ ലഹു സിർറുൻ, അല്ലെങ്കിൽ നസ്സു ഹകീമിൻ ലഹു സിർറുൻ ഖാത്തിഉൻ, ഇങ്ങനെയും തജ്വീദിന്റെ കിതാബുകളിൽ കാണാം. അപ്പൊ മൊത്തത്തിൽ ഇതുവരെ പറഞ്ഞ എന്റെ ഒരു സംക്ഷിപ്തം നിങ്ങൾ എഴുതി വെക്കേണ്ടത് 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അബ്ജദിയ അക്ഷരങ്ങളുടെ പകുതിയാവുന്ന 14 അക്ഷരങ്ങൾ. 29 സൂറത്തുകളെയാണ് ഇങ്ങനെ അല്ലാഹു ആരംഭിച്ചിട്ടുള്ളത്. ഈ അക്ഷരങ്ങളെ വായിക്കുന്ന സമയത്ത് ഈ അക്ഷരങ്ങളുടെ പേരുകളാണ് വായിക്കുക. ഇപ്പോ ഉദാഹരണത്തിന് അലിഫ് ലാം മീം എന്ന് എഴുതിയതും അലം തറ എന്ന് പറയുന്ന സമയത്തുള്ള അലം എഴുതിയതും ഒരേപോലെയാണ് അല്ലെ? അത് മനസ്സിലായവരൊക്കെ ഒരു എസ് അടിച്ച്. അലം തറ എന്നതിലെ ഒന്നാമത് നമ്മൾ അലം എന്ന് വായിച്ച എഴുത്തും ലിപിയും അലിഫ് ലാം മീം എന്ന് നമ്മൾ നേരത്തെ ഓതിയ ആ എഴുത്തും രണ്ടും ഒരേപോലെയല്ല ഉള്ളത്. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നത് ആ ഹർക്കത്ത് ഇട്ടിട്ടുള്ള ആ രൂപമാണ്, അലം എന്നാണ്. മറ്റേ സ്ഥലത്ത് വായിക്കുന്നത് അതിന്റെ ഹിജ ആണ് എന്ന് പറയാം അറബിയിൽ. ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് എന്ന് പറയും അല്ലെ? അപ്പൊ ഇംഗ്ലീഷില് CAR എന്നത് വായിക്കാൻ പറഞ്ഞാൽ നമ്മൾ പറയും കാർ എന്ന് പറയും അല്ലെ? അതിന്റെ അക്ഷരങ്ങൾ പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ സ്പെല്ലിറ്റ് എന്ന് പറഞ്ഞാൽ കാർ എന്നല്ല പറയാ, CAR എന്നാ പറയാ അല്ലെ? ഈ അക്ഷരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി തന്നിട്ടുള്ളത് ആ അക്ഷരങ്ങളെ വാക്കായിട്ട് വായിക്കലല്ല, മറിച്ച് അതിന്റെ സ്പെല്ലിംഗ് ആണ്, അതിന്റെ ഹിജ ആണെന്ന് അറബിയിൽ ഹിജ പറയാ. അപ്പൊ ഈ അക്ഷരങ്ങളെ വായിക്കേണ്ടത് അവസാനത്തിന് സുക്കൂൻ കൊണ്ട് ആണ്. അപ്പൊ അലിഫ് ലാം മീം ഇങ്ങനെയാണ് അല്ലെ? താഉം ഹാഉം ആണ് സൂറത്തു ത്വാഹയുടെ ആദ്യത്തിൽ വന്നത്. അപ്പൊ ആ അക്ഷരങ്ങളുടെ പേരങ്ങോട്ട് പറയാം. പക്ഷെ താ എന്ന് വായിക്കുകയില്ല. ഹംസ കൊണ്ട് അവസാനിക്കുന്ന അക്ഷരങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഹംസ കൊണ്ടും അല്ലാതെയും അറബി അക്ഷരമാല പറയുന്ന സമയത്ത് നിങ്ങൾക്ക് താ എന്ന് ഹംസ കൊണ്ടും പറയാം, താ എന്നും പറയാം. അതേപോലെ റാ എന്ന് ഹംസ കൊണ്ട് പറയാം, ഹംസ കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് അതിന്റെ നെയിം പറയാം. അല്ല റാ എന്ന് അലിഫ് കൊണ്ടും പറയാം. ഈ ഹുറൂഫുൽ മുഖത്തഅയിൽ ഖിറാഅത്തിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ആ ഹംസകളെ ഒഴിവാക്കിയിട്ട് വെറും അലിഫ് കൊണ്ട് അവസാനിക്കുന്ന രൂപത്തിൽ. ഏതൊക്കെയാണ് അങ്ങനെ വന്നത്? റാ അങ്ങനെ പറയുമോ? പിന്നെ ഹ, യ, പിന്നെ
തോ ഇങ്ങനെ പറയാൻ പാടുള്ളൂ. പിന്നെ ഈ അക്ഷരങ്ങൾ തമ്മിൽ ചേർന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുന്ന സമയത്തും ഉള്ള മദ്ദുകളും ചേർന്ന് വരുമ്പോൾ പുതുതായി ഉണ്ടാവുന്ന ഇദ്ഗാം, ഇഖ്ഫ, ഇൽഹാർ പോലത്തെ നിയമങ്ങളുമെല്ലാം പഠിക്കൽ നമുക്ക് അത്യാവശ്യമാണ്. ഇത് തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് ബാക്കി ഇതിൽ വന്ന മദ്ദുകളുടെ അളവും നീട്ടലും നീട്ടാതിരിക്കലും പരിഗണിച്ചാൽ എത്ര ഇനമായി തിരിയുന്നുണ്ട് ഈ അക്ഷരങ്ങൾ എന്ന കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിനെ ഇതുപോലെ എല്ലാ പിഴവുകളും തീർത്ത് അല്ലാഹു ഇറക്കിയതുപോലെ സുന്ദരമായി ഖുർആൻ പെട്ടെന്ന് പാരായണം ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഇത് പഠിപ്പിച്ചു തന്ന പഠിക്കാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ഉസ്താദുമാർ, മറ്റു സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകട്ടെ. അതുപോലെ തന്നെ അവരിൽ നിന്ന് വഫാത്തായി പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും വിശുദ്ധ ഖുർആന്റെ ഈനാസും പ്രകാശവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.